ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമ്മുടെ മാധവാനുഭവം എന്ന കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കൂടെ പ്രാർത്ഥനയും. അത് നമ്മുടെ വീഡിയോയിൽ വരുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജപിക്കാൻ തുടങ്ങിയെന്നും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് നാരായണീയവും. എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഗ്രന്ഥങ്ങൾ വാങ്ങുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ശ്രീമദ് ഭഗവത്ഗീത നാം പാരായണം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രീമദ് നാരായണീയവും. ശ്രീ ഗുരുവായൂരപ്പന് അത്യന്തം ഇഷ്ടപ്പെട്ടതും ഭക്തജനങ്ങൾ ഏറ്റവും ആദരിച്ചു പോകുന്നതുമായിട്ടുള്ളൊരു കൃതിയാണ് ശ്രീമദ് നാരായണീയം. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് രോഗശമനത്തിനായി ശ്രീ ഗുരുവായൂരപ്പനെ ഭജിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം. അദ്ദേഹം വാതരോഗത്താൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ, വേഗത്തിൽ എൻ്റെ രോഗത്തിന് ആശ്വാസം കിട്ടണേ എന്ന് അദ്ദേഹം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ആശ്വാസം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ ഗുരുവായൂരപ്പൻ ആശ്രിത വാത്സല്യ നിധിയല്ലേ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പൻ ആ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ഗുരുവായൂരിലെത്തി ഭഗവാനെ സ്തുതിക്കുകയും 100 ദിവസം കൊണ്ട് ശ്രീമദ് നാരായണീയം പൂർത്തിയാക്കുകയും ചെയ്തു. 100-ാം ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് ദർശനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ സകല വേദനകളും മാറിക്കിട്ടുകയും ചെയ്തു. രോഗങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവരും എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ശ്രീമദ് നാരായണീയം പകർത്തി എഴുതിക്കോളൂ. പകർത്തി എഴുതി ഗുരുവായൂരപ്പനെ നിങ്ങൾ സമർപ്പിച്ചോളൂ. ഭക്തിയോടും വിശ്വാസത്തോടും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ശ്രീമദ് നാരായണീയം പകർത്തി എഴുതുമ്പോൾ നമ്മൾ ശുദ്ധതയോടു കൂടി ആയിരിക്കണമെന്ന് മാത്രം. അത്രയും ഭഗവാനിൽ അർപ്പിച്ചൊരു ഭക്തിയാണ് ശ്രീമദ് നാരായണീയം. അതുപോലെ തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയും. ഭഗവാൻ അർജുനനെ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഒരു മനുഷ്യനായി നാം എങ്ങനെ ആവണമെന്നതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനുള്ള ഉത്തരവ് ലഭിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറികടക്കാൻ നാം എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ഈ ശ്രീമദ് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനായി നാം എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്നതിനെക്കുറിച്ച്. നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്കാണ് മരണത്തിന് ശേഷം പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം ജനിക്കുമ്പോഴാണ് ശരിയായ ഒരു ഭഗവത്ഗീത പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി നാം മാറുന്നത്. ഹിന്ദുക്കളായ നമ്മൾക്ക് ഇങ്ങനെയൊന്നും പഠിക്കാനോ ഇങ്ങനെയുള്ള അറിവുകൾ അറിയാനോ ഒന്നും നമുക്ക് ഇതുവരെ അതിനുള്ളൊരു സാഹചര്യം ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിട്ടാണ് നമ്മൾക്ക് ഭഗവത്ഗീത വായിക്കാനും ശ്രീമദ് നാരായണീയം വായിക്കാനും ഒക്കെയുള്ള ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ അധികം ആൾക്കാരും നമ്മളിൽപ്പെട്ട എല്ലാവരും നമ്മളിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും TV ന്യൂസുകൾ കേൾക്കുകയും വെറുതെ മൊബൈൽ ഉപയോഗിച്ചിട്ട് അതിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് നമ്മൾ വെറുതെ
അതുപോലെ സീരിയലുകൾ ഒന്നിനും ഉപകാരമില്ലാത്ത സീരിയലുകൾ കണ്ടിട്ടും ഇങ്ങനെ സമയം നമ്മൾ കളയുകയാണ്. നമ്മളെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ കളയുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഭഗവത്ഗീത ഒരു തവണയെങ്കിലും വായിക്കുക, ശ്രീമന്നാരായണീയം വായിക്കുക. നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്ത് അവരെ അതിലൂടെ വളർത്തിയെടുക്കുമ്പോൾ ഓരോരോ വ്യക്തികളും നമ്മൾക്കറിയാൻ പറ്റും. ഒരു നല്ല ഒരു വ്യക്തിയായിട്ടാണ് കുഞ്ഞു കുട്ടികൾ വരെ നമ്മൾ ആ രീതിയിൽ കൊണ്ടുവരാണെങ്കിൽ അവർ നല്ലവരായിട്ട് വളരും. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോട് ക്ഷമിക്കാനും നല്ല സ്വഭാവത്തോട് കൂടിയുള്ളവരായി തീരും. നമുക്ക് ഇതിനുള്ളൊരു ഭാഗ്യം ഇപ്പോഴാണ് കിട്ടിയത് എന്ന് ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പഠിക്കാനുള്ളൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഈ അമൂല്യ ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ കഴിഞ്ഞത്. അപ്പം ഞാൻ ഒരുപാട് ഇതിൽ അറിവുള്ള ആളൊന്നല്ല. എനിക്ക് കിട്ടിയ കുഞ്ഞു അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതും എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്ന് തോന്നിയതാണ്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്കിനി എന്തൊരു വീഡിയോ ആണ് നാളെ എനിക്ക് വീഡിയോ ഇടാനുള്ളതെന്ന് അങ്ങ് എൻ്റെ മനസ്സിൽ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് കിടന്നതാണ്. എനിക്ക് രാവിലെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഈ 2 അമൂല്യ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനതിൽ ഒരുപാട് എന്താ പറയുക അനുഗ്രഹം കിട്ടിയെന്ന് തന്നെ വിചാരിക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് അനുഭവങ്ങളിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലെയും ഞാൻ ഈ തന്നെ കുഞ്ഞു അറിവുകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക എനിക്ക് കിട്ടിയ പുണ്യമായിട്ട് തന്നെ ഞാൻ കരുതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗ്രന്ഥങ്ങൾ ഇതുവരെ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ഈ അമൂല്യ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. അപ്പോഴാണ് വേറൊരു ആളിത് കാണുമ്പോൾ എനിക്കും വായിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്കും കൂടെ വരികയുള്ളൂ. അപ്പോഴവരുടെ ജീവിതത്തിലും അവരുടെ സന്തോഷം കിട്ടുമ്പോൾ അതിൻ്റെ പുണ്യം ആര് കാരണമാണോ അങ്ങനെ ഒരു വ്യക്തിക്ക് നല്ലത് വരുന്നത് അതിൻ്റെ പുണ്യം നമുക്കാണ് കിട്ടുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും സന്തോഷവും എല്ലാം വരട്ടെ എന്ന് ഞാൻ നിത്യവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നേക്കാൾ അറിവുള്ളവരായിരിക്കും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്താണ് തെറ്റുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. ഇതുവരെ നമ്മളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ കാരണം ഒരാൾക്ക് നല്ലത് വന്നാൽ അത് നമുക്ക് കിട്ടിയ അനുഗ്രഹമായിട്ട് കാണുക. ഈ ഒരു ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ, ജയ് ശ്രീ, രാധേ രാധേ. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ജയ് ശ്രീ, രാധേ രാധേ. ഹരേ കൃഷ്ണ.